ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഫാമിലിയായിട്ട് ഇവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. അമ്പലത്തിൽ പോകാനാണ്. പക്ഷെ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ അമ്പലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ ഒരു പളനി എന്ന് പറയപ്പെടുന്ന ഒരു അമ്പലമാണ്. നമ്മൾ അമ്പലത്തിൽ പോകുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരുന്നതാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ എല്ലാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാനൊന്ന് അംബാസിഡർ കാറിലാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം അംബാസിഡർ കാറിൽ കുറച്ച് വൃത്തിയാക്കിയിട്ടൊന്ന് പോകാനുള്ള പ്ലാനാണ് എടുക്കുന്നത്. കാണിച്ചു തരുന്നതാണ് നമുക്ക്. സമയം ഇവിടെ അപ്പോൾ നമ്മൾ ആ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു 500-1000 പടിയുണ്ട് അത് കയറാൻ തന്നെ. അതുപോലെ ഒരുപാട് മുകളിലാണ് ആ അമ്പലം ഇരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത്. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നിങ്ങളും ഈ അമ്പലത്തിൽ വരിക. ഈ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരത്തെ തേമ്പാമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഈ അമ്പലത്തിൽ പറയുന്നത് തന്നെ മലയിൽ കോയിൽ എന്നാണ് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ആ വ്യൂസ് എല്ലാം കാണിച്ചു തരുന്നതാണ്. ഞാൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് പോകുന്ന വഴി, നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്ന വഴി സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബാലരാമപുരം ജംഗ്ഷനിൽ വന്നതിന് ശേഷം കാട്ടാക്കട റൂട്ട് കുറേ ദൂരം പോകുമ്പോൾ റെയിൽവേ ക്രോസിലെ വരുന്നുണ്ട്. ആ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. നമ്മളത് കാണിച്ചു തരുന്നതാണ്. നമ്മൾ പോകുന്ന ഇപ്പം കുറച്ച് ട്രെയിൻ വന്ന കാരണം കുറച്ച് ട്രാഫിക് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു തേമ്പാമുട്ടം അല്ല, ഈ ബാലരാമപുരം റെയിൽവേ ക്രോസ് ചെയ്ത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തെത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൈപ്പൂയക്കാവടിയാണ് ഇന്നത്തെ വിശേഷം. അതിൻ്റെ വെച്ചാൽ ഇവിടുത്തെ മെയിനായിട്ട് ഉത്സവമാണ് ഈ അമ്പലത്തിലെ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന് എല്ലാം കാണിച്ചു തരുന്ന അമ്പലത്തിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര ശബ്ദം, അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ക്ലിയർ ഇല്ലാത്തത്. നോക്കിയാൽ അമ്പലം നല്ല തിരക്കുണ്ട്. ഇതാണ് അമ്പലം. ഇനി നമ്മൾ കാണിച്ചു തരുന്ന അതിൻ്റെ വിശദ റിവ്യൂകൾ കാണുന്നതാണ്. പിന്നെ മൂലമുണ്ട്. അവിടെ പോയില്ല. ഇവിടെ ഏന്ന് പടിയിടയൊക്കെയാണ്. ഈ പടി ഇങ്ങനെ കയറി പോകണം ഒരുപാട് ദൂരം. ഒന്നും ആയിട്ടില്ല, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. ഈ അമ്പലത്തിൻ്റെ ഓരോ പടിയിലും പലരുടെയും പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഓരോരുത്തരുടെ നേർച്ചയാണ് ഈ പടിയിലെല്ലാം. ഇങ്ങനെ കയറുക കേട്ടോ. അവരുടെ പേരെഴുതി വിതിരിൽ നിന്നൊരാളുണ്ട്. ഇവിടെ ഇതെല്ലാം ഉണ്ടാണ്. ആൾക്കാർ പോകുന്ന കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരുപാട് ദൂരമുണ്ട് കയറി പോകാനായിട്ട്. അപ്പം നമ്മളെ അമ്പലത്തിൻ്റെ ഓരോ പടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. അപ്പം പകുതി പോലും ആയില്ല, നമ്മളെല്ലാം തളർന്നു കേട്ടോ. അതിങ്ങനെ കയറി വരണം. പിന്നെ പിന്നെ ആൾക്കാരെല്ലാം വരുന്നുണ്ട്. കുറച്ച് പടിയോ തളർന്നിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കയറി ഇനി ആയിട്ടില്ല. നമ്മൾ ഒരുവിധം ഒരു 3/4 ഭാഗം എത്തിയിട്ടുണ്ട്. ഇനിയും കയറണം ഒരുപാട് ദൂരം. ഇനി ഇവിടെ നിന്ന് ഇനിയും കയറാനുണ്ട്. എങ്കിലും നമ്മൾ ഏകദേശം ഒരു ഉയരത്തിലെത്തിയിരിക്കുകയാണ്.
കണ്ടോ, ഒരുപാട് മേളിലായിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന മുരുകൻ്റെ അമ്പലം. ഇത്രയും ഭാഗം കണ്ടോ, നമ്മൾ ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം നിൽക്കുക. ഇനി മുകളിൽ കയറണം. ആൾക്കാരിൽ കയറി വരുന്നുണ്ട്, കച്ചവടക്കാരെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനിയും കയറി പോകണം. ഒരുപാട് ദൂരം ഇനി കയറി പോകേണ്ട ആവശ്യമുണ്ട്. കയറിപ്പോട്ടെ. ആൾക്കാരും കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറയാം, സീരിയസ് ആയിട്ട് പറയാം, ഈ അമ്പലത്തിനെ നിങ്ങളത് കാണേണ്ടതാണ്. കാണാൻ നല്ല ഭംഗിയും പിന്നെ നല്ലൊരു വിശ്വാസമുള്ളൊരു അമ്പലം കൂടിയാണ്. എൻ്റെ കൂടെ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ട് ചരിത്രമേ ഉള്ളൂ എനിക്ക്. അപ്പം അതുപോലെ നിങ്ങൾ വന്ന് വരിക. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഏകദേശം മുകളിലെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് വരുമ്പോൾ മാത്രമേ ഉള്ളൂ, ഒരു 50 മീറ്റർ കൂടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും കയറി ഇവർ ഇത്രമാത്രം ദൂരത്ത് നമ്മൾ എത്തിക്കുകയാണ്. കാണാമെന്നാണ് ഈ കുന്നിൻ്റെ മുകളിൽ നമ്മൾ ഇത് മാത്രം നമ്മൾ നിൽക്കുന്നത് കാര്യം. കേട്ടോ, ഇത്രമാത്രം വേണ്ട നമ്മൾ നിൽക്കുന്നത്. വീടുകളൊക്കെ താഴെ ഇരിക്കുന്നുണ്ടോ. നമ്മൾ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിശേഷ ദിവസം കൂടി. ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിൻ്റെ കേരള പളനി എന്നിരിക്കുന്നുണ്ട് ഇവിടെ. എല്ലാം പളനി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അമ്പലത്തിൽ നിന്ന് പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട്. ലക്ഷ്മി നമഃ, ലക്ഷ്മി നമഃ. ദിന ധീരി നക്ക ധീരി നക്ക ജം 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 ധീരി നക്ക ധീരി നക്ക ജം ദിന ധീരി നക്ക ജം 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 ധീരി നക്ക ജം ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുൻഭാഗത്തെത്തിയിരിക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് കയറി പോകുകയാണ് ആൾക്കാർ. ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം. ഹൈക്കോടതി അമ്പലത്തിനകം കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിനകം കാണിക്കാത്തത്. പക്ഷേ എന്താ പുറത്തുള്ള വ്യൂസിൽ ഞാൻ കാണിക്കുന്നതാണ് മാക്സിമം. ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിൽ കാണുക, ഇതൊരു വിശേഷ ദിവസം കൂടിയാണ് കേട്ടല്ലോ. അപ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ വ്യൂസ് കാണിച്ചു തരുന്നതാണ്. ഇത് മുകളിലത്തുള്ള കെട്ടിടമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇത്രയും ദൂരത്ത് മുകളിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശനിദേവൻ്റെയാണ്. ഇത് ഔട്ട് സൈഡാണ് ഉള്ളത്. അതുപോലെ വേറെ ഒരു ബിൽഡിങ് കാണാൻ പറ്റും. എന്നിനി അമ്പലത്തിനകം കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഓക്കെ, ബാക്കിയെല്ലാം കാണാവുന്നതാണ്. ഇതിന് പുറകെ കൂടി നമ്മൾ വണ്ടി കയറി വരേണ്ട വേറൊരു സ്ഥലം കൂടെ പടി കയറാതെ തന്നെ പുറകെ കൂടി വരേണ്ട ഒരു വഴിയുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ വണ്ടി ഇങ്ങനെ അറ്റ വരെ എത്തുന്നതാണ് കേട്ടോ. അതുവരെയും കയറി വരാം നമുക്ക്. അപ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കൊണ്ട് കണ്ടല്ലോ. അമ്പലത്തിൻ്റെ ഏകദേശം വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇന്നിനി ഇത് കാവടിയും കൂടിയുണ്ട്. അപ്പോൾ കാവടി വീഡിയോ ഞാൻ മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കാം. കാവടി വീഡിയോയും കൂടിയുണ്ട്. ഇന്ന് കാവടിയും കൂടിയാണ്. അപ്പോൾ ഇതാണുണ്ടല്ലോ, ഇത്തിരി മാത്രം മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക ഐശ്വര്യമാണ് ഈ അമ്പലത്തിൽ. ഓക്കെ,
Thank you.